കടുവയ്ക്ക് നേരെ വെടിയുതിർത്തിരുന്നു. പക്ഷേ വെടികൊണ്ടില്ല, വിഫലമായി. കടുവ കാട്ടിലേക്ക് മറഞ്ഞു ഇതെന്നാണ് ഇന്നലെ വന്ന വിവരമെങ്കിൽ ഒരുപക്ഷെ വെടിയേറ്റതായിരിക്കാം മരണകാരണം എന്നടക്കമുള്ള സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നത്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത്. രതീഷ്, ഇന്നലത്തെ മാർഗത്തിൽ നിന്നും മാറി പുതിയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ദൗത്യസംഘം സ്ഥലത്തെത്തിയത്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയായിരുന്നു ഈ കടുവയെ പിടികൂടാനായി എത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. കാരണം ആ മേഖലയിലെ ജനങ്ങളുടെ അവരുടെ ആശങ്കയ്ക്കാണ് അറുതി വന്നിട്ടുള്ളത്. കാരണം നിത്യജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു ഈ കടുവ കാരണം. അതെന്തായാലും മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇനി ഭീതിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം 48 മണിക്കൂറായിരുന്നു കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നത്. കടകളൊക്കെ അടച്ചിട്ടുകൊണ്ട് ആരുടെ പുറത്തിറങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഈ നരഭോജി കടുവ പീലക്കാവ് മേഖലയിൽ ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇനി ആശ്വസിക്കാനുള്ള വക തന്നെയാണ് ഈ കടുവ ചത്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഈ കടുവ ചത്തു എന്ന കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ടതുണ്ട്. പീലക്കാവിലാണ് ഈ കടുവയുടെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. കടുവയെ ഇപ്പോൾ ദൗത്യസംഘം കൊണ്ടുപോവുകയാണ്. എന്തായാലും ആളെക്കൊല്ലി കടുവ ചത്തു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കമൽ തുടരുന്നുണ്ട്. കമൽ, ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണോ ഈ കടുവയുടെ ജഡം? ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളതിന് പിന്നാലെയാണ് ഉള്ളത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ബേസ് ക്യാമ്പിൽ പിലാക്കാവിനടുത്ത് വെച്ച, പിലാക്കാവ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, പിലാക്കാവിനടുത്ത് വെച്ച കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നിലയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഗേറ്റിൽ, പ്രിയദർശിനി ഗേറ്റിന്റെ പുറത്ത് എല്ലാവരെയും തടയുന്നുണ്ട് പോലീസ്. പക്ഷേ നമ്മൾ ആ കടുവയുടെ ദൃശ്യങ്ങൾ ആദ്യം തന്നെ നൽകിയിരുന്നു. എന്തായാലും ചത്ത നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരമാണ്. ഇന്നലെ ഈ ദൗത്യസംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ കടുവയെ ഫയർ ചെയ്തു എന്നൊരു വിവരം ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് കൊണ്ടില്ല എന്നുള്ളതായിരുന്നു ആ സമയത്ത് ലഭിച്ചിരുന്ന വിവരം. അങ്ങനെയാണോ കടുവ ചത്തതെന്ന് നമുക്ക് ഈ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും വളരെ ആശ്വാസകരമായ വിവരം, ഈ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. രതീഷ്, പിലാക്കാവിലാണ് ഈ സംഭവം. അവിടെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. കടുവ ചത്തു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് ആദ്യം തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. കടുവയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. ജഡം കണ്ടെത്തിയത് പിലാക്കാവിലാണ്. കമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കമൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വെടിയുതിർത്തു എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ അത് വിഫലമായി എന്ന തരത്തിലായിരുന്നു പ്രതികരണങ്ങളെങ്കിൽ അതാണോ മരണകാരണം എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ആ പ്രദേശവാസികളെ സംബന്ധിച്ച് അത്യന്തം ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. ആളെക്കൊല്ലി കടുവ ചത്തു, നരഭോജി കടുവ ചത്തു. രാധ എന്ന തോട്ടം തൊഴിലാളിയെ ആക്രമിച്ച് കടിച്ചു വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷിച്ച കടുവ ചത്തിരിക്കുന്നു. ഇന്നലെ RRT സംഘത്തിന് നേരെ ആക്രമിച്ച കടുവ ചത്തിരിക്കുന്നു. അത്യന്തം ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ പിലാക്കാവിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കമലാണ് വിവരങ്ങളുമായി തുടർന്ന്. കമൽ, വലിയ സജ്ജീകരണങ്ങളോട് കൂടി ഇന്ന് വിവിധ സംഘടനകളായി തിരിഞ്ഞ് കാട്ടിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. വളരെ പെട്ടെന്നായിരുന്നു നമുക്ക് അത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരുപക്ഷെ മാതൃഭൂമി ന്യൂസ് ആയിരിക്കണം ആ വിവരം ആദ്യം കിട്ടുന്നത്. കടുവ ചത്ത നിലയിൽ നിന്നുള്ളത് ദൃശ്യങ്ങളും നമ്മൾ തന്നെയാണ് കാണിച്ചത്. വളരെ കൃത്യമായ വിവരമായിരുന്നു. നമ്മൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന നിലയിൽ ആ ദൃശ്യങ്ങൾ എത്തിക്കുക എന്നത് ആ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരോധനാജ്ഞയാണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്രത്തോളം അതിന്റെ ഗൗരവം മനസ്സിലാകില്ല. കമലൊക്കെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു സ്ഥിതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവിടെ ആ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഭീതിയാണ്. രാത്രിയിൽ വലിയ ബഹളമൊക്കെ കാട്ടിൽ കേൾക്കുന്നു. മറ്റ് മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഒരു സ്ത്രീ പുറത്തേക്ക് വരുമ്പോൾ പറയുന്നു. വലിയ ആക്രമണകാരികളായ മൃഗങ്ങൾ വരുമ്പോൾ മറ്റ് ജീവികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ കാട്ടിൽ നിന്ന് കേൾക്കാമായിരുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിനിടയിൽ RRT സംഘാംഗത്തിന് നേരെ ആക്രമണമായി. അങ്ങനെ അത്യന്തം ഗൗരവപരമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ആദ്യം പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നത്. കമൽ, രതീഷ്, ഇന്നലെ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ കടുവകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യ സാന്നിധ്യം ഉണ്ടായാൽ ഉൾവലിയുക എന്നതാണ്. പക്ഷേ ഈ കടുവയുടെ കാര്യത്തിൽ ഇന്നലെ 9 അംഗ സംഘം, 9 ആളുകളുള്ള ഒരു സംഘത്തിന് നേരെ കടുവ ചാടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബിഹേവിയറിൽ കാര്യമായ മാറ്റമുണ്ട്. അത് നമ്മൾ ദൗത്യ സംഘത്തിലെ വിദഗ്ധരുമായി സംസാരിച്ചിരുന്നു. കാരണം അങ്ങനെ ഒരിക്കലും മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പരമാവധി ഉൾവലിയുക, കടുവയുടെ ജീവൻ അപകടം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കോർണർ ചെയ്യപ്പെടുന്നു. അരുൺ സക്കറിയ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കാണ് കോർണർ ചെയ്യപ്പെടുക. പൂച്ച
മനുഷ്യവർഗത്തിൽപ്പെട്ട ഏത് ജീവി, അത് ചെറിയ പൂച്ചയാണെങ്കിൽ പോലും കോർണർ ചെയ്യപ്പെട്ടാൽ ആക്രമിക്കും. അത്തരത്തിലൊരു സാഹചര്യത്തിലെ കടുവ ആക്രമിക്കുകയുള്ളൂ എന്നതാണ് പൊതുവെയുള്ളൊരു സ്ഥിതി. പക്ഷേ ഇന്നലെ കടുവ ഈ 9 അംഗ ദൗത്യ സംഘത്തെ പിന്നിൽ നിന്ന് ചാടി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു സാധാരണ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ട്. അത് മനുഷ്യന് അപകടകരമായ ഒരു സ്വഭാവമാണ് കടുവ കാണിക്കുന്നത്. ഏതും സമയത്തും മനുഷ്യന് നേരെ ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഒരു കാര്യം ദൗത്യ സംഘത്തിലെ വിദഗ്ധർ തന്നെ നമ്മളോട് പങ്കുവച്ചിരുന്നു. എന്തായാലും ആ അപകടകരമായ സാഹചര്യം ഉള്ളപ്പോഴാണ് എന്തായാലും ഈ ആശ്വാസകരമായ വാർത്ത വരുന്നത്. കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണെങ്കിലും ഈ വളരെ ആശ്വാസകരമായ വാർത്തയാണ്. കാരണം വീണ്ടും ഒരാൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. കാരണം ദൗത്യ സംഘം ഈ 80ഓളം ആളുകൾ കാട്ടിലടക്കം കയറി കടുവയെ തിരയുകയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ പെരുമാറുന്ന അല്ലെങ്കിൽ മനുഷ്യന് നേരെ ചാടി വീഴുന്ന ഒരു കടുവയെ വീണ്ടും അത് അവിടെ തന്നെ തുടരുക എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അത് എന്തായാലും ആ ആശങ്ക ഇന്ന് രാവിലെ തന്നെ അവസാനിച്ചിരിക്കുന്നു. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് ഏത് നിലയിൽ ചത്തു, ഇന്നലെ ഈ ദൗത്യ സംഘത്തിന് നേരെ ആക്രമിച്ചപ്പോൾ ഫയർ ചെയ്തപ്പോൾ വെടിയേറ്റിരുന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ഔദ്യോഗികമായി വിശദീകരിക്കും. ചോരപ്പാടുകൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസിലൂടെ എത്തിക്കുന്നത്. അതിൽ ചോരപ്പാടുകൾ കാണുന്നുണ്ട്. മുറിവാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള അടയാളമൊക്കെ കാണുന്നുണ്ട്. പ്രാഥമികമായി കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ ചോരപ്പാടുകൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ അറിവില്ല. ഷമീറാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഞാൻ ആ കടുവയുടെ അടുത്തേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ദൃശ്യങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ വെടിയേറ്റിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. അത് വനംവകുപ്പ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ഇന്നലെ ഫയർ ചെയ്തിരുന്നു എന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു മിന്നൽ പോലെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും പലപ്പോഴും കാണാൻ കഴിയില്ല. മുൻപ് ഒരു ഇരയായി കെട്ടിയിട്ട പശുവിനെ ഒരു ക്യാമറാമാൻ ട്രൈപോഡ് വെച്ച് നിൽക്കുന്ന ഫ്രെയിമിൽ നിന്ന് ഒരു പശുവിനെ കടുവ ആക്രമിച്ച് കടിച്ചു കൊണ്ടുപോയ ദൃശ്യങ്ങൾ ആ ക്യാമറയിൽ പോലും വ്യക്തമായി പതിഞ്ഞിരുന്നില്ല. അത്രയും വേഗതയിലാണ് കടുവയുടെ നീക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത്, മിന്നൽ പോലെയാണ് ഈ സംഭവം നടക്കുന്നത്, നമ്മുടെ കണ്ണിൽ പതിയാനുള്ള സമയം പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത്, വെടിയേറ്റിരുന്നോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല രതീഷ്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി നഗരസഭയിലെ പ്രദേശമാണിത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖല. ആളുകൾ അത്രയും പ്രശ്നമുണ്ടാക്കിയ ഒരു മേഖലയാണ്. അത്രയും പ്രതിഷേധമുയർന്നിരുന്നു. അവിടെ ഇന്ന് ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഇന്ന് രാവിലെ മുതൽ കർഫ്യൂ ആയിരുന്നു. ആ കൃത്യമായ സമയത്ത് ആ രാവിലെ തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇന്നലെ വനമന്ത്രി വന്നു. മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് ഇന്നലെ വനമന്ത്രി നമ്മളോട് പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ്റെ ജീവൻ പോയിരിക്കുന്നു, മറ്റൊരു ആൾക്ക് നേരെ, നമ്മുടെ സ്റ്റാഫിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഇനി ഒന്നും നോക്കാനില്ല, നിയമത്തിൻ്റെ ഏത് സാധ്യത ഉപയോഗിച്ചാണെങ്കിലും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് മുഖ്യമന്ത്രി വനംവകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം നൽകിയത്. വനമന്ത്രി ഇവിടെ എത്തി വിദഗ്ധരുമായി ആലോചിച്ചു. നിയമപരിരക്ഷ ഉറപ്പാക്കി NTCAയുടെ മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കടുവയെ കൊല്ലുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെ പുതിയ ഒരു അറ്റംപ്റ്റ് വേണ്ടി വന്നില്ല.